ഒരു നിലയ്ക്കും യുദ്ധത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ തങ്ങൾക്കറിയാം. അതൊരിക്കലും യുദ്ധം ചെയ്തുകൊണ്ടല്ല, മറിച്ച് ഈ യുദ്ധത്തെ, ഈ ആക്രമണങ്ങളെയൊക്കെയും പ്രതിരോധിച്ചുകൊണ്ടാണ് എന്ന് UAE-യുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഏതാണ്ട് UAE ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു, അവിടേക്ക് ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നു എന്ന് വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് UAE വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ നിലപാട് ശക്തമായ, ആദ്യം മുതലുള്ള നിലപാട്, അവർക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏക നിലപാട്, അത് അത്തരത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ് UAE. ഒപ്പം തന്നെ ഈ അറബ് ലീഗിൻ്റെതായിട്ടുള്ള ഒരു യോഗം അല്പസമയം മുമ്പ് നടന്നിരുന്നു. അതിൽ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി. അതിലും UAE ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടത്തുന്ന ആക്രമണത്തെ തങ്ങൾ അപലപിക്കുന്നു. പക്ഷേ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഒപ്പം ചേരാൻ, അല്ലെങ്കിൽ ഒരു തീവ്രമായ നിലപാട് എന്ന രീതിയിലേക്ക് കടത്തി പറയാൻ തങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലയിലേക്കാണ് ഓരോ രാജ്യങ്ങളും നിലപാട് പറഞ്ഞത്. അറബ് ലീഗ് ഒന്നാകെ പറഞ്ഞത് ഇറാൻ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. യുദ്ധത്തിലേക്ക് ചേരാൻ താല്പര്യമില്ലാത്ത, സംഘർഷത്തിന് താല്പര്യമില്ലാത്ത രാജ്യങ്ങളുടെ മേൽ കടന്നു കയറിക്കൊണ്ട് പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഈ പ്രകോപനം നിർത്തണം, ഇത് അപകടകരമായിട്ടുള്ള നീക്കമാണ്. അത്തരത്തിലാണ് അറബ് ലീഗ് ഇക്കാര്യങ്ങളെ വ്യക്തമാക്കിയത്. അപ്പോഴും ഒമാൻ വീണ്ടും ഈ പറയുന്ന ഇറാന് അനുകൂലമായിട്ടുള്ള നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വളരെ ഒരു ക്രിട്ടിക്കലായ, ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇവിടെ ചർച്ചകൾ നടക്കണം, അനുരഞ്ജനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇറാനെ സമീപിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന് കുറവുണ്ടാക്കുന്ന തരത്തിൽ ഈ അമേരിക്കയും ഇസ്രായേലിനെയും സമീപിച്ച് ഇതിലൊരു ഇടിവുണ്ടാക്കണം, കുറവുണ്ടാക്കണം, സംഘർഷം ഒഴിവാക്കണം എന്ന തരത്തിലേക്കൊക്കെയാണ് ഒരു നിലപാട് പറഞ്ഞു പോയത് ഒമാൻ. ഇനി ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ്, നിർത്തുന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ശരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഒരു ദിവസം 3 ജീവൻ നഷ്ടപ്പെടുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇന്നലെയോടുകൂടിയാണ്. ഇന്നലെയാണ് കുവൈറ്റിൽ 2 സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്നത്. അതിനപ്പുറത്തേക്ക് റോഡിലൂടെ, ഇതേപോലെ ഒരു റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു പാകിസ്ഥാനി ഡ്രൈവർക്ക്, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്നത് ദുബൈയിൽ അൽബർഷയിലാണ്. അപ്പോൾ ആ രീതിയിൽ അൽബർഷയിലും ഇത്തരത്തിൽ കുവൈറ്റിലുമൊക്കെ ഉണ്ടായ ആക്രമണത്തിൽ മരണം ഉണ്ടാകുന്നു. അങ്ങനെ 3 പേർ മരിക്കുന്നു. അങ്ങനെ സ്ഥിതിഗതികൾ ശരിക്കും ശാന്തമാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഉച്ചയ്ക്ക് ശേഷം പിന്നീട് അത് കൂടുതൽ രൂക്ഷമാകുന്ന സ്ഥിതിയാണ് ഇന്നലെ വൈകിട്ടും ഒപ്പം തന്നെ രാത്രിയും